നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ച് വിശദമായി അതിൻ്റെ അർത്ഥമടക്കം നമ്മൾ മുന്നത്തെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക, കാണാത്തവർ. ഇത് രണ്ടാമത്തെ മന്ത്രം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടാമതായി ചൊല്ലായ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. എഴുന്നേറ്റ് പാദങ്ങൾ ഭൂമിയിൽ സ്പർശിക്കുന്നതിന് മുമ്പായി വലത് തിരിഞ്ഞ് കൈകൾ കൊണ്ട് ഭൂമിയെ തൊട്ടുവണങ്ങി ക്ഷമാപണ മന്ത്രം ആണ് അടുത്തതായി ചൊല്ലേണ്ടത്. ക്ഷമാപണ മന്ത്രം ഇതാണ്: സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഇതൊരു പ്രാവശ്യം ജപിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സമുദ്രത്തിലേക്ക് കാൽവെച്ചു പർവ്വതങ്ങളെ സ്തനങ്ങളാക്കിയും വസിക്കുന്നതുമായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രിയപത്നിയായിരിക്കുന്നതുമായ അമ്മേ, എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും. ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങിക്കിടക്കുമ്പോൾ ശരീരത്തിലെ ഊർജം സ്റ്റാറ്റിക് എനർജിയാണ്. എഴുന്നേൽക്കുമ്പോൾ അത് കൈനറ്റിക് എനർജിയായാണ് ശരീരത്തിൽ നിറയുന്നത്. ഭൂമിയിൽ തൊടുന്നതോടെ ശരീരത്തിലെ മലിനോർജം പോയി ശുദ്ധോർജം നിറയുന്നു. ആദ്യം കാലാണ് തറയിൽ തൊടുന്നതെങ്കിൽ ഊർജം താഴോട്ട് ഒഴുകി ശരീരബലം കുറയുന്നു. കൈ ആദ്യം തറയിൽ തൊടുമ്പോൾ ഊർജം മുകളിലേക്ക് വ്യാപിച്ച് കൈയിലൂടെ പുറത്തു പോകുകയും അതിൻ്റെ ഫലമായി ശരീരബലം ഇരട്ടിയാവുകയും ചെയ്യുന്നു. വീഡിയോ മുഴുവനായി കാണുന്നവർ ഹരിയോം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.